ദിസ് ഈസ് അഭിഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മള് നല്ലൊരു അടിപൊളി ധാവണി ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്റെ ധാവണി കണ്ട് കണ്ട് നിങ്ങൾ മടുത്തോന്ന് തോന്നുന്നു എനിക്ക്. കാരണം ഞാനിപ്പോ കുറെ ആയി ഒരുപാട് ധാവണി കണ്ടുവരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അതിൽ എന്തെങ്കിലും ഒരു പുതുമ വരുത്താറുണ്ട്. സെയിം പ്രോഡക്റ്റ് തന്നെ വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരാറുണ്ട്. പുതിയ പുതിയ ഡിസൈൻസ് ആയിരിക്കും ഓരോ തവണയും. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ധാവണികളുടെ ഓർഡർ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ബ്രൈഡൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ റിസപ്ഷൻ, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് ഹാഫ് സാരീസ് നമുക്ക് ഓർഡർ വരുന്നതാണ്. സോ എനിക്ക് ചിലതൊക്കെ ഞാൻ വിചാരിക്കും സിമ്പിൾ അല്ലേ ഇത് കാണിക്കണം യൂട്യൂബിലിടാം. പിന്നെ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം ഉണ്ടാവില്ലേ, എല്ലാവർക്കും ഇഷ്ടമുണ്ട് കാണാൻ. സോ ഞാൻ എന്തിനിടാണ്ടിരിക്കണം. അതുകൊണ്ടാണ് എല്ലാ ചെറിയ ചെറിയ ഡിസൈൻസും ഞാൻ ഇടുന്നത്. ഇന്ന് നമ്മളൊരു പ്രീമിയം റേഞ്ച് ധാവണിയാണ് കാണുന്നത്. കുറച്ചൊരു എക്സ്പെൻസീവ് കൈൻഡ് ഓഫ് ധാവണിയാണ്. ബിക്കോസ് അതിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസൊക്കെ ഭയങ്കര ഹെവിയാണ്. സോ നിങ്ങൾക്ക് പൊതുവെ ഞാൻ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് വെയർ ആയിട്ടൊക്കെ അല്ലെങ്കിൽ ബ്രൈഡൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ്. കളർ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അവൈലബിൾ ആണ്. റേറ്റ് അറിയാൻ കളർ കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇതിന് മുമ്പ് ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, പ്രൈസ് റേഞ്ച് പറഞ്ഞൂടെ, പ്രൈസ് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രൈസ് റേഞ്ച് പറഞ്ഞൂടെ എന്നുള്ളത്. എനിവേ ഞാനിപ്പോൾ കാണിക്കുന്നത് പ്രീമിയം കൈൻഡ് ഓഫ് ഹാഫ് സാരിയാണ്. നോർമൽ ഹാഫ് സാരിനെക്കാട്ടും നല്ല രീതിയിൽ എക്സ്ട്രാ എമൗണ്ട് വരുന്ന ഹാഫ് സാരിയാണ്. സോ നിങ്ങൾക്ക് ഇത് അങ്ങനെ കോമൺ യൂസിന് പറ്റില്ല, ബ്രൈഡൽ പർപ്പസിന് പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തായാലും ബഡ്ജറ്റ് ഉണ്ടാവും. സോ നിങ്ങൾ അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് ആക്കി. അപ്പം നിങ്ങൾക്ക് റേറ്റ് അറിയാൻ പറ്റും. പിന്നെ എന്താ പറയുക, അവനവൻ്റെ ബഡ്ജറ്റിന് പറ്റുന്നതാണെങ്കിൽ വാട്സപ്പ് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ. രണ്ട് കാര്യമുണ്ട്. ഒന്നാമത് ഞാനാണ് എൻ്റെ വാട്സപ്പ് നോക്കുന്നത്, എനിക്ക് വേറെ ആരും നോക്കാനില്ല, ഞാൻ തന്നെയാണ് ഫുള്ള് നോക്കുന്നത്. അപ്പം നിങ്ങളുടെ നമ്പർ പോകുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ അങ്ങനത്തെ ടെൻഷൻ വേണ്ട, കാരണം ഞാനാണല്ലോ നോക്കുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പ്രൈസ് ചോദിച്ചാലും എനിക്കത് കുഴപ്പമില്ല. ഒരു 24 hours കൂടുതൽ ഞാൻ ഇന്ന് വരെ ഒരു കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്യിച്ചില്ല. 24 hours ഒക്കെ അത്രയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് പർച്ചേസിങ്ങിനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണ്. എന്നാലും ഒരു 20 hour ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ഒരാളെയും വെയിറ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഒരു 2-3-4 hourനുള്ളിൽ എല്ലാവർക്കും റിപ്ലൈ കിട്ടാറുണ്ട്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാട്സപ്പ് ചെയ്യാം. പിന്നെ എൻ്റെ നമ്പർ പോകുന്നു അങ്ങനത്തെ യാതൊരു ഇഷ്യൂ വേണം. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ ബ്രദേഴ്സിൻ്റെയോ ആരെങ്കിലും വാട്സപ്പ് ചെയ്താൽ മതി. ജെന്യുവൻ ആയിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഒന്ന് ചോദിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ഇറ്റ്സ് അപ്പോൺ ടു യു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് ഇതിനെപ്പറ്റി പറഞ്ഞ് വിശദീകരിച്ചാണ് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇനിയും പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ആ ഡിസൈൻ കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മൾ ഇന്നൊരു പ്രീമിയം റേഞ്ച് ഹാഫ് സാരിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പ്രീമിയം റേഞ്ച് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഹാൻഡ് വർക്ക് ആണെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും അത് ഫിനിഷ് ചെയ്തിട്ടുള്ള മെത്തേഡ് എല്ലാം ഒരു പ്രീമിയം റേഞ്ചിലാണ് വരുന്നത്. നോർമൽ ഹാഫ് സാരിനെക്കാട്ടും കോസ്റ്റ് വൈസും ഡിസൈൻ വൈസും ക്വാളിറ്റി വൈസും പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത്. ഇത് പക്ക ഒരു ബ്രൈഡൽ കൈൻഡ് ഓഫ് തിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ യൂസിനുള്ള ധാവണി പോലെയല്ല, നമുക്ക് കറക്റ്റായിട്ട് ബ്രൈഡൽ യൂസിന് ഇപ്പം ഗുരുവായൂർ വെഡ്ഡിങ് അല്ലെങ്കിൽ വെഡ്ഡിങ് റിസപ്ഷൻ, എൻഗേജ്മെൻറ്റ്, പിന്നെ വെഡ്ഡിങ് പാർട്ടീസ്, ഇങ്ങനത്തെ കേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ധാവണിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇതിൻ്റെ മെയിൻ മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂ ആണ്. ഗോൾഡൻ കളർ ടിഷ്യൂലാണ് ഈ ഒരു ഡ്രസ്സ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന് സ്കേർട്ട് വരുന്നത് പാനൽ സ്കേർട്ടാണ്. പാനൽ സ്കേർട്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് വരുന്നത്. ഇതിൽ ലൈനിങ് കൊടുത്തിട്ടുള്ളത് ക്രേപ്പാണ്. പിന്നെ സ്കേർട്ടിൽ നമ്മൾ ഒരു ബ്ലൗസിൻ്റെ കളറിലുള്ള ഒരു ബോർഡറും അതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ബോർഡറും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ലേസ് വരുന്നുണ്ട്. ലേസിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റോൺ വർക്കും വരുന്നുണ്ട്. അങ്ങനെയാണ് സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ സ്കേർട്ട് പോലെ തന്നെ ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതിന് ഒരു ലെയർ ഓഫ് ഈ ബ്ലൗസിൻ്റെ കളറിലായി ഒരു
ബോർഡർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഡാർക്ക് ഗോൾഡ് ബോർഡർ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ലെയർ ഓഫ് ലേസ് വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ സ്റ്റോൺസും വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു ഡ്രോപ്പ് ഷേപ്പിലുള്ള സ്റ്റോൺസ് ആണ് വെച്ചിട്ടുള്ളത്. ഇത് ഫുൾ ദുപ്പട്ടയിൽ 4 സൈഡ്സും ഈ ഒരു സംഭവം വരും. അത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് ആണ്. അതേപോലെ തന്നെ ഈ ദുപ്പട്ടയിൽ ബുട്ടാസ് ഉണ്ട്. ഇതാക്കണ്ട, ഇത് കുറച്ചുകൂടി എന്താ പറയാ, കറക്റ്റ് ആളിടുമ്പം ഈ ബുട്ടാസ് കുറച്ചുകൂടി വിസിബിൾ ആവും. മാനേജിന് ഭയങ്കര ആൾക്കാർ സ്ലിം ആയതുകൊണ്ടാണ് ബുട്ടാസ് അങ്ങനെ വിസിബിൾ ആവാത്തത്. ഇങ്ങനെ ഒരു ബുട്ടാസ് ആണ്. ഇത് ഹാൻഡ് വർക്ക്ഡ് ബുട്ടാസ് ആണ്. ഇതിൽ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. സെന്ററിലായിട്ട് ഒരു റൗണ്ട് സ്റ്റോണും അതിന്റെ ചുറ്റുപാട് ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രോപ്പ് ഷേപ്പുള്ള സ്റ്റോൺ വെച്ചിട്ട് ഒരു ഫ്ലോറൽ ബുട്ട ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ഷോളില് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ടയുടെ ഈ ഒരു ഏരിയ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഈ ഒരു ഫ്ലോറൽ വർക്ക് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സൈഡിലും ഈ വലിയ ബോർഡർ വരുന്നുണ്ട്. ദുപ്പട്ടയുടെ നിങ്ങൾ സാധാരണ റെഡിമെയ്ഡ് ധാവണികളൊക്കെ വാങ്ങുന്ന സമയത്ത് അധികം ഒരു ബോർഡറേ കിട്ടാറുള്ളൂ. പക്ഷെ ഇതിന് ഇവിടെ ഒരു ബോർഡറും ഇവിടെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ദുപ്പട്ട ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ബ്ലൗസ് തന്നെയാണ്. ഒരു ഡാർക്ക് ബ്ലൂ സെമി സിൽക്കിൽ അത്യാവശ്യം നല്ല ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയൽ ആണിത്. അതിലാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രിൻസസ് കട്ട് ആണ്. ഇത് നോർമൽ പ്രിൻസസ് കട്ട് അല്ല, പ്രിൻസസ് കട്ട് വിത്ത് യോക്കാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ കട്ടിങ് വരുന്നത്. പാഡഡ് ബ്ലൗസ് ആണ്. പാഡ് വേണ്ടെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ബാക്ക് ഓപ്പൺ ആണ് ബ്ലൗസ് വരുന്നത്. അപ്പം ഇതിന്റെ എന്താ പറയാ, സ്ലീവിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്. നെക്കിൽ ഫ്രണ്ട് നെക്കിന്റെ ഹാഫ് പോർഷൻ ആണ്. ബാക്ക് നെക്ക് ഫുൾ ആയിട്ടുണ്ട്. ബാക്ക് നെക്ക് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. എനിവേ, ഇതിന്റെ നെക്കിൽ വന്നിട്ടുള്ളത് ബീഡും സർദോസിയും സീക്വൻസും യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഒരു ചെറിയ ബീഡ് ലെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ബീഡ് ലെയർ ഉണ്ട്. പിന്നെയും ഒരു ചെറിയ ബീഡ് ലെയർ ഉണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു ലീവ്സ് പോലെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുള്ളത് സർദോസിയും പിന്നെ സീക്വൻസും കട്ട് ബീഡ്സും ബീഡ്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ബുട്ടാസ് ആണ്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നെക്കിൽ വരുന്ന ഡിസൈൻ. പിന്നെ ഡിസൈൻ വരുന്നത് സ്ലീവിലാണ്. സ്ലീവിൽ ഒരു ജാൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ബോർഡർ ചെയ്തു നെക്കിലെ പോലെ തന്നെ. പിന്നെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ബീഡ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു എന്താ പറയാ, ഒരു ഗ്രിഡ് പോലെ ചെയ്തതാണ്. അതിന്റെ ജംഗ്ഷനിലായിട്ട് ജംഗ്ഷൻ വരുന്നിടത്തൊക്കെ ബീഡ് ആൻഡ് സീക്വൻസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വർക്കാണ് സ്ലീവില് ഫുള്ളായിട്ട് വരുന്നത്. കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ഈ ഒരു ധാവണി കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് ഓപ്പൺ ആണ് ഞാൻ പറഞ്ഞു. ബാക്കിൽ ഫുള്ളായിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്കിൽ കണ്ടിട്ടുള്ള അതേ വർക്ക് ബാക്ക് നെക്ക് ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഞാൻ സാധാരണ വീഡിയോസിലൊന്നും ബാക്ക് നെക്ക് കാട്ടാറില്ല അങ്ങനെ ബ്ലൗസിന്റെ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അധികവും ലൂസായിട്ടാണ്, മാനിക്യൂറിനെക്കാളും ലൂസായിട്ടാണ് ബ്ലൗസ് വരാറ്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ വരിച്ച് കുത്തി വെച്ചതായിരിക്കും. അപ്പോൾ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കാഞ്ഞത്. അപ്പം അത് കുറച്ച് ലൂസ്, ഒരുപാട് ലൂസല്ല, അതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ബാക്കിലൊരു ടൈ വരുന്നുണ്ട് ഇങ്ങനെ. അതിൽ ഇങ്ങനെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കളർ ചേഞ്ച് അവൈലബിൾ ആണ്, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.